ഇപ്പോൾ രത്തൻ ഖേൽക്കർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ DG മീഡിയയോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്ത് പോലീസിന്റെ ഭാഗത്തിന് പോയിട്ടുണ്ട്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ ഒരു വീഡിയോ അത് റെസ്റ്റോർ ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. മെറ്റയുടെ അവരുടെ തന്നെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഒരു ആക്ഷൻ എടുത്ത ശേഷം തിരികെ ആ വീഡിയോ റെസ്റ്റോർ ചെയ്യണമെങ്കിൽ അവരുടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസ് അവർ പാലിച്ചുകൊണ്ട് ഉടൻ തന്നെ അത് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സംഭവിച്ചുള്ളത് ഇങ്ങനെയാണ്, പോലീസിന്റെ ഭാഗത്തിനും ആ ഒരു കമന്റ് നീക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബൈ മിസ്റ്റേക്ക് ആ മൊത്തം വീഡിയോ അവർ നീക്കി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫാക്ച്വൽ പൊസിഷൻ. അത് പെട്ടെന്ന് തന്നെ അത് റിസോൾവ് ആവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പോലീസിന്റെ അധികാരം വെച്ചിട്ട് അവർക്ക് കുറെ കാര്യങ്ങൾ IT ആക്ടിലും ഇന്റർമീഡിയറ്റ് റൂൾസിലെടുക്കാം, അവർക്ക് ചെയ്യാം. പോലീസിന്റെ ഭാഗത്തിന് വന്നിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ മെറ്റയിനടുത്ത് ടേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഞാനും DG മീഡിയ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ DG മീഡിയയോട് സംസാരിച്ചിട്ട് മെറ്റയോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് റിസോൾവ് ആവും. അതിൽ വേറെ ഒരു കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർ 2 പ്രസ് റിലീസസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവരുടെ അധികാരങ്ങളെല്ലാം പറഞ്ഞിട്ടും പിന്നെ അവർ എടുക്കുന്ന സ്റ്റെപ്സിനെ കുറിച്ച് വളരെ ഒരു വിശദമായിട്ട് തന്നെ അവർ പത്രക്കുറിപ്പിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്ര കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് അവർ നിർവഹിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ടതാണ്. അതിനുള്ള ഒരു പരിഹാരം പോലീസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം അവർ ഓൾറെഡി പ്രസ് റിലീസ് എന്നുള്ള നിലയിൽ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഇപ്പോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ അത് നമ്മൾ റിസോൾവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത് കൃത്യമായിട്ട് കണക്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ സൈബർ പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീംസ് എൻ്റെ ഓഫീസിലുണ്ട്, സൈബർ പോലീസിലുണ്ട്, എല്ലാ ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്, ജില്ലാ പോലീസ് മേധാവിയുടെ ടീംസ് ഉണ്ട്. ഇപ്പോ ഒബ്സീനായിട്ടുള്ള കമന്റ്സ്, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരെയുള്ള കമന്റ്സ്, പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രോസസ്സിന് വിഷിയേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പവേഴ്സ് പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് ഇടപെടുന്നത്. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ, എടുത്ത സ്റ്റെപ്സിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രോസസ് കൂടിയുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ സംഭവിച്ച കാര്യത്തിലും അവർ എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. DGP അടക്കം എല്ലാവർക്കും മെയിൽ പോയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ കൃത്യമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് അത് റിസോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പോ കൃത്യമായിട്ടുള്ള എത്ര വീഡിയോസ് ആണ് നമ്മൾ മാറ്റിയിട്ടുള്ളതിനുള്ളത് കണക്ക് നമ്മൾ പോലീസിന്റെ ഭാഗത്ത് നമ്മൾ എടുക്കേണ്ടതുണ്ട്. പക്ഷെ കൃത്യമായിട്ട് അവർ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പവേഴ്സ് അവർക്കുണ്ട്, അത് ഇടപെടുന്നുണ്ട്.